കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർവീസ് വയറിലും കടയിലെ വയറിംഗിലും ചോർച്ച എന്ന് കെ.എസ്.ഇ.ബി. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. തലേദിവസം പകൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ലീക്കുള്ളതായി കണ്ടെത്തിയിരുന്നില്ല എന്നായിരുന്നു ന്യായീകരണം. വിശദമായ റിപ്പോർട്ട് വൈദ്യമന്ത്രി കൈമാറും. അതിനിടെ മരിച്ച മുഹമ്മദ് റിജാസിന്റെ കുടുംബത്തിന് വൈദ്യമന്ത്രി കെ കൃഷ്ണൻകുട്ടി 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. രാഹുൽ സുരേഷ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ മരണം നടന്നതിന് തൊട്ട് പിറ്റേന്നാൾ നടന്ന പരിശോധനയിൽ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പ്രശ്നമില്ല എന്നുള്ള കണ്ടെത്തൽ അത് കള്ളക്കണ്ടെത്തലായിരുന്നു, അതൊരു കവറിംഗ് അപ്പ് ഉള്ള നീക്കം നടന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഹാഷ്മി, ഈ ജീവനക്കാരെ സംരക്ഷിക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് തന്നെയാണ് പ്രാഥമികമായി വൈദ്യുത വകുപ്പിന് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായിട്ടില്ല എന്ന് പ്രാഥമികമായി പറയുന്നത്. അതായത് തലേദിവസം ഈ പ്രശ്നം പരിശോധിക്കാനായി കെ.എസ്.ഇ.ബി. ജീവനക്കാർ അവിടെ എത്തിയിരുന്നു. പക്ഷേ അപ്പോൾ ഈ വൈദ്യുതി ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കാണാൻ സാധിച്ചില്ല എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. രാത്രി മഴ പെയ്തതോടെയാണ് ഈ വയറുകളിൽ നിന്നും ഒരുപക്ഷെ വൈദ്യുതി പ്രവഹിച്ച് ഈ യുവാവ് ഷോക്കേറ്റ് മരിക്കാൻ കാരണമായതെന്നാണ് നിലവിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. വിശദമായ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നടപടി ഉണ്ടാകുമെന്ന് വൈദ്യുത മന്ത്രിയും പറയുന്നു. പ്രാഥമികമായ റിപ്പോർട്ടാണ് ഇന്ന് വൈദ്യുത മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യുവാവിൻ്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജീവനക്കാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ കോഴിക്കോട് ഗാന്ധിനഗർ കെ.എസ്.ഇ.ബി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പരിശോധിച്ച് 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യമാണ് സമൂഹത്തിൽ നിന്നും ഉയരുന്നത്. ഹാഷ്മി, ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ അതിൽ കുറ്റക്കാര ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ മാതൃകാപരമായ നടപടി വേണമെന്നുകൂടി സമൂഹം ആവശ്യപ്പെടുകയാണ്.